ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് പോളയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ബ്രെഡും ഗോതമ്പ് പൊടിയും മുട്ടയൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. എങ്ങനെയാണിത് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഓയിൽ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. 2 സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. സവാള 2ഓ 3ഓ ഒക്കെ എടുക്കാം. മീഡിയം സൈസിലുള്ളതൊക്കെ ആണെങ്കിൽ 3 സവാളയൊക്കെ എടുക്കാം. 2 സവാളയും 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വാടി തുടങ്ങുമ്പോൾ നമുക്കിതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 3 അല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തതാണ്. സവാള ഇവിടെ വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പൊടികളുടെ റോ സ്മെൽ ഉണ്ടാവില്ലേ, പച്ച ചുവ, അതൊന്ന് മാറി വരട്ടെ. ഒരു ചെറിയ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം കൂട്ടി വെക്കാം. എന്നിട്ട് നമുക്ക് 1-2 മിനിറ്റ് ഇത് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി ഫ്ലെയിം കുറച്ച് വെച്ചുകൊണ്ട് നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. 2 മുട്ട ചേർത്തിട്ടുണ്ട്. അപ്പോൾ മുട്ട ചേർത്ത് ഉടൻ തന്നെ അനക്കാതെ ഇതുപോലെ വെക്കാം. അതിനുശേഷം നമുക്ക് 1 മിനിറ്റൊക്കെ അങ്ങനെ വെക്കാം. അതിനുശേഷം നമുക്ക് ഈ മുട്ടയൊന്ന് ചിക്കിയെടുക്കാം. എഗ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റായിട്ട് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെയൊക്കെ ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ മല്ലിയില കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതങ്ങോട്ടേക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. ഇവിടെ ഞാൻ 5 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബ്രെഡ് നമുക്ക് കൈ വെച്ചിട്ടൊന്ന് പൊട്ടിച്ച് കൊടുക്കാം. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. ബ്രെഡിൻ്റെ സൈഡ് പാർട്ട്, ബ്രൗൺ പാർട്ട് കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാനുണ്ട്. 1/4 കപ്പ്, അതായത് 4 ടേബിൾ സ്പൂൺ അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ തയ്യാറാക്കുന്ന ബാറ്ററിന് കളർ ഇട്ടാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കാം. ഇത് തണുത്ത പാലല്ല, റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. അതുപോലെ 2 മുട്ട, റൂം ടെമ്പറേച്ചറിലുള്ള 2 മുട്ട കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് അടിച്ചെടുത്തുകൊണ്ട് വരാം. അങ്ങനെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബാറ്ററി അരച്ചെടുക്കുന്ന സമയത്ത് നല്ല തിക്കായിട്ട് ഇരിക്കുന്നതാണെങ്കിൽ അതിനനുസരിച്ചിട്ടൊക്കെ പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇവിടെ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് പകുതി ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. കൂടുതൽ സമയമൊന്നും വേണ്ട, ഒരു 1/2 മിനിറ്റൊക്കെ മതിയാവും. നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് അടച്ചു വെക്കാം. നമ്മൾ ഒഴിച്ചു കൊടുത്ത ബാറ്റർ ഇവിടെ 1/4 ഭാഗത്തോളം കുക്കായി വന്നിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന എഗ് മസാല ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മസാലയുടെ മുകളിലായിട്ട് ബാക്കി വരുന്ന ബാറ്റർ ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ചുകൊണ്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഈ പാനിൻ്റെ അടിയിലായിട്ട് പഴയ ഒരു പാൻ, ഒരു ദോശ പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. പോളയുടെ അടിഭാഗം കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിവിടെ 15 മിനിറ്റ് ആയിട്ടുണ്ട്. പോളയുടെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് വിട്ട് വരുന്നുണ്ട്. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യുക. ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഈ പാനിലേക്ക് തന്നെ നമുക്കിത് വെച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒരു 10 മിനിറ്റൊക്കെ മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ എഗ് മസാലയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ മസാലയോ ചെമ്മീൻ മസാലയോ ഇല്ലെങ്കിൽ ഒന്നും ചേർക്കാതെ ഉള്ളിയൊക്കെ വഴറ്റിയിട്ട് ആ ഒരു രീതിയിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം.
ഇതിൻ്റെ ചൂടാറിയിട്ട് കട്ട് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. പക്ഷേ ഞാനിതിവിടെ നല്ല ചൂടോട് കൂടിയാണ് കട്ട് ചെയ്ത് കാണിക്കുന്നത്. നല്ല ചൂടാണ്, കയ്യിൽ പിടിക്കാനൊന്നും പറ്റുന്നില്ല, അത്രയും ചൂടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്